Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 7 ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡേ 5 നമ്മൾ ഒരു നാച്ചുറൽ ഷാംപൂ പിന്നെ ഒറ്റ യൂസിൽ നമുക്ക് മുടിക്ക് ഉള്ളു കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ മുടി നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആണ് കേട്ടോ. എനിക്ക് ഈ പാക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി നല്ല ബൗൺസി ആയിട്ട് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മുടി ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീല് തോന്നുന്നത്. ഇവിടെ നല്ല കാറ്റാണ്, എങ്ങനെയാണ് കാണുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പാക്ക് എന്തായാലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ജെന്യുവൻ ആയിട്ട് പറയണം കേട്ടോ. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ പറയണം. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈനസിൻ്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജെന്യുവൻ ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നലെ ഇപ്പോൾ ഹെവി ആയിട്ടൊരു പാക്കല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പിന്നെ ലൈറ്റായിട്ടൊരു പാക്ക് ചെയ്ത് കൊടുക്കാം. പാക്കല്ല, നമ്മൾ ഇന്നൊരു ഹെയർ ഗ്രോത്ത് വാട്ടറാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അത് എങ്ങനെയാണ് മുടിയിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടുനോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വേഗം പോയിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റോസ്മേരിയുടെ ലീവ്സ് ആണ്. ഞാനിവിടെ ഡ്രൈഡ് ലീവ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ അളവിലാണ് എടുക്കുന്നത്. ഞാനിത് ഒറ്റ യൂസിനുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് തയ്യാറാക്കി എടുത്തു വെക്കാനൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകവും ഞാൻ 1 സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരിഞ്ജീരകം മാത്രമാണ് ഉള്ളതെങ്കിൽ കരിഞ്ജീരകം മാത്രം ഉപയോഗിച്ച് ചെയ്യാം. റോസ്മേരി ലീവ്സ് മാത്രമാണ് ഉള്ളതെങ്കിൽ റോസ്മേരി ലീവ്സ് മാത്രം ചെയ്യാം. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഒക്കെ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഗ്രാമ്പു നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നത് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കും. താരന്റെ പ്രശ്നമൊക്കെ വരാതിരിക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സാധനങ്ങൾ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലായിട്ട് തയ്യാറാക്കി എടുത്ത് വെക്കാനാണെങ്കിൽ ഇൻഗ്രീഡിയൻസും കൂട്ടണം, അതിനനുസരിച്ച് വെള്ളവും കൂട്ടണം. ഒറ്റ യൂസിനാണെങ്കിൽ 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു നന്നായിട്ട് തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇടുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ റോസ്മേരിയും കരിഞ്ജീരകവും പിന്നെ ഗ്രാമ്പും ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ പറ്റുള്ളൂ എന്നില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണെങ്കിലും വെച്ചാൽ ഗ്രാമ്പു മാത്രം ഇട്ട് ചെയ്യാൻ പറ്റില്ല. കരിഞ്ജീരകവും ഗ്രാമ്പും ചെയ്യാം, റോസ്മേരിയും ഗ്രാമ്പും ചെയ്യാം. ഇത് 3 ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. 10 മിനിറ്റ് നേരം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു സത്ത് മൊത്തം നമുക്ക് ആ വെള്ളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു മഴക്കാലമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലത്തുള്ള ഹെയർ ഗ്രോത്ത് വാട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ മുടി കൊഴിച്ചിലായിക്കോട്ടെ, താരൻ്റെ പ്രശ്നം ആയിക്കോട്ടെ, അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള പാക്കുകൾ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ റോസ്മേരി വാട്ടർ, പിന്നെ നമ്മളിങ്ങനെ റോസ്മേരിയുടെ ലീവ്സ് വാങ്ങിച്ചിട്ട് വെള്ളം തയ്യാറാക്കി ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഏതോ ഒരു വീഡിയോയിൽ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോസ്മേരി ചെയ്ത വീഡിയോയുടെ തന്നെ ഞാൻ രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റോസ്മേരിയുടെ വാങ്ങിക്കുന്ന സ്പ്രേ ആണോ നല്ലത്, നമ്മൾ സ്വന്തം തയ്യാറാക്കുന്നതാണോ, പ്രൊമോഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇങ്ങനെ ഡ്രൈഡ് ലീവ്സ് വാങ്ങിച്ച് നമ്മൾ തയ്യാറാക്കി ഉപയോഗിക്കുന്ന വെള്ളത്തിനാണ് കുറച്ച് കൂടുതൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും റോസ്മേരി ചേരണം എന്നില്ല കേട്ടോ. എല്ലാവരുടെയും ഹെയർ ടൈപ്പ് വ്യത്യാസമാണ്. ചിലവർക്ക് ഡ്രൈനസിൻ്റെ പ്രശ്നം വന്നു, താരൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് റോസ്മേരി മുടിക്ക് ചേരുന്നില്ല എന്നാണെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. റോസ്മേരി ഒഴിവാക്കിയിട്ട് കരിഞ്ജീരകം ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈ ഒരു മഴക്കാലത്ത് കരിഞ്ജീരകത്തിൻ്റെ വെള്ളം നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 1 ഗ്ലാസ് ആയി. ഇത്ര അളവ് നല്ല കേട്ടോ, ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, വെള്ളത്തിൻ്റെ കളറൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. റോസ്മേരിയുടെ ഒരു കളറാണ്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കട്ടെ, തണുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടൊന്നുമില്ല. പിന്നെ മുടിയിൽ തേക്കുമ്പോൾ ചൂടോടുകൂടി തേക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. തുണിയിലൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പയിലായതുകൊണ്ട് കുറച്ച് ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. പിന്നെ വേറെ പൊടിയും അങ്ങനെ ചെറിയ ചെറിയ പൊടികളൊന്നും വീഴാനില്ലാത്ത കാരണം
ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അരിപ്പയെ തന്നെ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒറ്റ യൂസിനുള്ളതാണെങ്കിൽ ഈ ഒരു അളവിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഒരെണ്ണം നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ലാന്നാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതാ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് തയ്യാറാക്കിയിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കണം. മഴക്കാലമൊക്കെയാണ്. അപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. സ്പ്രേ ബോട്ടിൽ വേണം നിർബന്ധമില്ല. പിന്നെ സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് തേക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. എല്ലായിടത്തും സ്കാൽപ്പിലാവാനായിട്ട് സ്പ്രേ ബോട്ടിൽ നല്ലതാണ്. സ്പ്രേ ബോട്ടിൽ കയ്യിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് തേച്ചാലും മതി. പിന്നെ നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത് സ്കാൽപ്പിലാണ്. ബാക്കിയുള്ളത് മുടിയിലേക്ക് തേച്ചാൽ മതി. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആദ്യം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയുടെ അറ്റത്തേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി സ്പ്ലിറ്റ് ആവാതിരിക്കാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്കിപ്പോൾ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമുണ്ട്, താരൻ്റെ പ്രശ്നമുണ്ട്, മുടി ഡ്രൈ ആവുന്നുണ്ട്, മുടി പൊട്ടി പോകുന്നുണ്ട്, സ്പ്ലിറ്റൻസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് റോസ്മേരി ചേർത്തിട്ടുണ്ട്, കരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, ഗ്രാമ്പൂ ഉണ്ട്. ഇത് നാലും തന്നെ നമ്മുടെ ഹെയർ കെയറിൽ നല്ല റിസൾട്ട് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചേരായിക ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടി മാത്രമാണ്. സോഫ്റ്റ് ആയിട്ട് ചെയ്യണം. നനഞ്ഞ മുടി നമ്മൾ ഒരുപാട് അങ്ങോട്ട് വലിക്കുന്നത് നല്ലതല്ല. മുടി പൊട്ടിപ്പോകും. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുടി കെട്ടി വെക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. അതുകൊണ്ട് ഞാൻ ഇന്ന് കഴുകുന്നൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി. പിന്നെ ഞാൻ ഓയിൽ തേക്കാതെയാണ് ഇന്ന് ഹെയർ ഗ്രോത്ത് വാട്ടർ തേച്ചിട്ടുള്ളത്. ഞാൻ വൈറ്റമിൻ ഇ ചേർത്തുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ വൈറ്റമിൻ ഇ വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ മുടി എന്തായാലും ഡ്രൈ ആയിട്ട് ഇരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചിട്ട് മാത്രം ഹെയർ ഗ്രോത്ത് വാട്ടർ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ മുടി ഡ്രൈ ആവും. അപ്പോൾ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. ഇന്ന് ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് രാത്രി നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് ഹെയർ സെറം എന്തെങ്കിലും തേച്ചിട്ട് സിമ്പിളായിട്ട് ഹെയർ കെയർ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ചലഞ്ചിൽ 8ാമത്തെ ദിവസം നമ്മൾ മുടി കഴുകാത്ത ദിവസമാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് വെറുതെ വെള്ളത്തിൽ മുടി കഴുകാം. മുടി കഴുകുന്നില്ലെങ്കിൽ അന്നത്തെ ദിവസം മുടി കഴുകണ്ട. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും ചെയ്യുക കേട്ടോ. പിന്നെ ഹെയർ സെറം തയ്യാറാക്കുന്ന വീഡിയോ ചെയ്യുമോ, മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറൊക്കെ ഒന്നും കൂടി ചെയ്യുമോ എന്ന് കുറേ പേര് കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ എന്തായാലും വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.